ട്രിവാൻഡ്രം പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കാഞ്ചന. 29ാമത് IFFK സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 7ാം ദിവസമായ ഇന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. മാം, നമ്മൾ പ്രസ് ക്ലബ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ IFFK ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇത്തവണ ഒരുപാട് നല്ല സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈവൻ ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വരെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഓടി നടന്ന സിനിമകളാണ്, ഭയങ്കര അടിപൊളി സിനിമകളാണ്. കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ട്. ഒന്ന് എന്ന് പറയാനില്ല. അതിനകത്ത് ഈ പറഞ്ഞ മാലു ആണെങ്കിലും ഐ എം സ്റ്റിൽ ഹിയർ, മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി എന്ന് തുടങ്ങിയിട്ട് കുറേ അധികം പടങ്ങളുണ്ട്. ഫിലിം ആസ്വാദകനാണോ? അതെ, തീർച്ചയായിട്ടും ആസ്വാദകനാണ്. ഏത് കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഫിലിംസ് ആണ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാറുള്ളത്? എല്ലാം ഇഷ്ടമാണ്, ത്രില്ലർ ഇഷ്ടമാണ്, എല്ലാ ടൈപ്പും ഇഷ്ടമാണ്. മറ്റ് അതായത് മുന്നേ ഉണ്ടായിരുന്ന IFFKയിൽ നിന്ന് ഇപ്പോഴത്തെ IFFK എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടി സെലക്റ്റീവായിട്ട് നല്ല ഫിലിംസ് എടുത്തിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ഫിലിംസൊക്കെ പൊതുവെ റിവ്യൂസൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇപ്രാവശ്യം ഉള്ളതൊക്കെ നല്ല റിവ്യൂ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ട് എല്ലാ പടത്തിലും. നമ്മുടെ 29ാമത് IFFK ലാസ്റ്റ് ദിനത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 7ാമത്തെ ദിവസമാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഫിലിം ഉണ്ടായിരുന്നു, പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന ഫിലിം. എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെയും. അപ്പോൾ ഒരുപാട് സന്തോഷം. സെക്കൻഡ് ഫിലിമാണല്ലോ. അപ്പോൾ ആ ഒരു ഫിലിം തന്നെ ഇങ്ങനെ IFFKയിൽ ഒരു കലാമൂല്യ ഫിലിമായിട്ട് പ്രദർശിപ്പിക്കാനുള്ള സന്തോഷമുണ്ടോ? എങ്ങനെയാണ്? ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. വെറും തുടക്കക്കാരി മാത്രമാണ് ഞാനപ്പോൾ എൻ്റെ സെക്കൻഡ് മൂവി തന്നെ IFFKയിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ആദ്യമായിട്ടാണോ IFFK വരുന്നത്? അതെൻ്റെ ഫസ്റ്റ് IFFK ആണ്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇയാളുടെ ഫിലിം അല്ലാണ്ട് മറ്റ് ഫിലിംസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും? അങ്കമാള് കണ്ടായിരുന്നു ഞാൻ. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാണാൻ പറ്റിയിട്ടുള്ളൂ. മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് ഫിലിംസിനെ പറ്റിയിട്ട് പറയാനുള്ളത്? പാൻ ഇന്ത്യൻ സ്റ്റോറിയുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി കോൺസെപ്റ്റാണ്. അത് പുറത്തേക്ക് വളരെ സന്തോഷത്തിലുള്ള ഫാമിലീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഡാർക്ക് സ്റ്റോറീസിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. മുതിർന്നവർ ബിഹേവ് ചെയ്യുമ്പോൾ കുട്ടികൾ എങ്ങനെ അത് ഗ്രാസ്പ് ചെയ്യുന്നു, എങ്ങനെ അവരത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു കഥ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് മൊത്തത്തിൽ പടം. IFFK എന്ന് പറയുമ്പോൾ ഫിലിമിനെ മാത്രം ബേസ് ചെയ്തായിരിക്കും? അല്ല, IFFK എന്ന് പറയുമ്പോൾ ഫിലിമിനെ മാത്രമായിട്ട് ബേസ് ചെയ്തിട്ടൊന്നുമല്ല. ഈ കാണുന്ന ഞങ്ങൾ വേറെ ഫ്രണ്ട്സ് ഒന്നല്ല ഇവിടെ വന്ന് കമ്പനിയായവരെ കഴിഞ്ഞ കമ്പനിയായവരൊക്കെ ഇവിടെ. ആ ഒരു സർക്കിൾ നമുക്ക് കുറച്ചുകൂടി ബിൽഡ് ചെയ്യാൻ പറ്റും. IFFK എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നാൽ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. നമുക്ക് നമ്മളിപ്പോൾ ചേച്ചിനോട് ഇപ്പോൾ സംസാരിക്കണേലും നമ്മൾ ഇത്ര ഇൻട്രോവേർട്ടൊക്കെ തന്നെ ആൾക്കാരിങ്ങനെ വന്ന് സംസാരിച്ച് ഓരോരുത്തരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നുണ്ട്. പിന്നെ അവരായിട്ടൊക്കെ ഉള്ള ബന്ധം കൂടുന്നു.